ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ. ഞങ്ങൾ ഇന്ന് വന്നേക്കുന്ന ആലപ്പുഴയിൽ കൃഷ്ണപുരം കൊട്ടാരം കാണാനായിട്ടാണ്. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിന്റെ അടുത്താണ് കൃഷ്ണപുരം കൊട്ടാരം. ഇവിടെ ടിക്കറ്റ് ഒക്കെ എടുക്കണം. ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തോട്ടോ. ഇവിടെ നല്ല മരങ്ങളും പൂക്കളും ഒക്കെ ആയിട്ട് നല്ല രസമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം നല്ല രസമുണ്ട്. പണ്ട് ഈ കൊട്ടാരത്തിന്റെ കുറച്ചൊക്കെ പൊളിഞ്ഞു പോയായിരുന്നു. അപ്പൊ അതൊക്കെ രണ്ടാമത് പുതുക്കി പളിഞ്ഞതാണിത്. കയറി ചെല്ലുമ്പോ തന്നെ പണ്ടത്തെ ഒരു രാജാവിന്റെ വാള് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറെ പഴയ കാലത്തെ പ്രതിമകളും പാത്രങ്ങളും ബാക്കിയുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പണ്ട് കാലത്ത് വെയിറ്റ് അളക്കാനായിട്ട് എടുത്തോണ്ടിരുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇവിടെ നടുമിറ്റും പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും നല്ല തണുപ്പും നല്ല രസവും വന്നിട്ട് ഇവിടെ കൂടെ നടക്കാനൊക്കെ. വലിയ ഈച്ച. ഇനി പോകേണ്ട ഇങ്ങോട്ടാണ്. ഇനി ഇവിടെ പോവാണ്. ഇതാണ് മുനിയറ. ഇത് പണ്ടുള്ള കാലത്ത് ആൾക്കാരൊക്കെ മരിക്കുമ്പോ അടക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കല്ല് കൊണ്ടുള്ള കുറെ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇത് പണ്ടത്തെ പല്ലക്കാണ്. ഇതിനകത്ത് ഈ രാജാക്കന്മാരെയൊക്കെ ഇല്ലേ, ഇതിനകത്ത് എടുത്തോണ്ട് പോകും. അപ്പത്തെ സൈഡിലും ഇപ്പത്തെ സൈഡിലും ആൾക്കാര് ഇങ്ങനെ പിടിച്ച് ചുമന്നോണ്ട് പോകും. രാജാവ് പണ്ടത്തെ ജനങ്ങൾക്കൊക്കെ നിയമമൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇതൊന്നും മനസ്സിലാവുന്നില്ല. ആ കല്ലിലുള്ള ഭാഷ നമുക്ക് മനസ്സിലാവുന്ന രീതി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രം. ചുമർചിത്രം എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ഈ ഭിത്തിയില് ഡയറക്റ്റ് ആയിട്ട് വരച്ചേക്കുന്ന പടമാണ്. ഈ കൊട്ടാരത്തിനകത്ത് കുറെ വാതിലും കുറെ നടക്കാനുള്ള വഴിയുണ്ട് കേട്ടോ. ഇവിടെ കുറെ പഴയകാല പ്രതിമ വെച്ചിട്ടുണ്ട്. ദൈവങ്ങളുടെ കുറെ പ്രതിമകൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പൈസയൊക്കെ വയ്ക്കുന്ന സ്ഥലമാണിത്. ഒരുപാട് ടൈപ്പ് നാണയങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. അവിടെ ഇവിടെയൊക്കെ ഭിത്തികളിൽ കുറെ പടങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ മുകളിലത്തെ നിലയില് ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ഇത് മുഴുവൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത് തടി വെച്ചാണ്. ഇതാണ് കായംകുളം വാള്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതിന്റെ ഈ സൈഡിലും മൂർച്ചയുണ്ടാവും. നല്ല പണ്ട് കാലത്ത് യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന പീരങ്കിയുടെ ഉണ്ടകളാണ്.
ഇവിടെ കുറെ കുറ്റവാളികളൊക്കെ പിടിക്കുന്ന ഒരു സാധനവും വെച്ചിട്ടുണ്ട്. ഇത് കൊട്ടാരത്തിനകത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ടോയ്ലറ്റ് ആണ്. മോളത്തെ നിലയിന്ന് താഴത്തോട്ട് ഇറങ്ങാൻ ഭയങ്കര കുത്തനെയുള്ള സ്റ്റെപ്പായത് കാരണം ഞാൻ പിടിച്ചൊക്കെയാണ് എടുത്ത് ഇറങ്ങുന്നത്. കല്ല് വിരിച്ച പാടുണ്ട് ഗൈസ്. ദേ ഇവിടെ കൊറേ പൂക്കളുണ്ട് കേട്ടോ. ഇവിടെ പഴയ ഒരു കിണറും ഉണ്ട് കേട്ടോ ഗൈസ്. എന്നിട്ട് വെള്ളം എനിക്ക് പേടിയാവും നോക്കാം. ഇനി ഞങ്ങള് കൊട്ടാരത്തിന്റെ പുറകു വശത്തേക്കാണ് പോകുന്നത്. പുറകു വശത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മളിത് കൊട്ടാരത്തിന്റെ പുറകു വശത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ചുമട് താങ്ങി. ഇത് പണ്ടത്തെ കാലത്തെ ആൾക്കാര് ഈ കാലയിൽ വെയിറ്റ് ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇതെടുത്ത് വച്ചിട്ട് അവർ റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ എടുത്തോണ്ട് പോകും. അതിന് വേറെ ആരും സഹായം വേണ്ടവർക്ക്. അതാണ് അതിനു വേണ്ടിയാണ് ഇത് ഇട്ടിരിക്കുന്നത്. ഒരു കല്ല് കൊണ്ടൊരു കസേര ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് വിരിക്കാം കേട്ടോ. കുറച്ച് ചൂടാണ്. കൊട്ടാരത്തിന്റെ പുറകു വശത്ത് വലിയൊരു കുളമുണ്ട്. അത് പണിയേക്കുന്നത് റെക്ടാങ്കിൾ ഷേപ്പിലാണ്. കൊട്ടാരത്തിലുള്ളവര് കുളിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന കുളമാണിട്ടോ ഇത്. അതിന്റെ സൈഡിൽ പൂച്ചട്ടിയൊക്കെ വെച്ച് നല്ല രസമായിട്ട് പണിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഊഞ്ഞാല് ഞങ്ങൾ കയറുവാണ് ഗൈസ്. പക്ഷെ ഇത് ആടുമ്പോ എനിക്ക് പേടിയാവുന്നു. ഇത് ഒരു വെള്ളച്ചാട്ടമാണ്. പക്ഷെ ഇതിപ്പോ വർക്ക് ചെയ്യുന്നൊന്നുമില്ല. ഇത് കേടായിട്ടിരിക്കുവാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ടാറ്റാ ബൈ ബൈ, സീ യു.